ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ലിമിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെറിവേറ്റീവ്സ്. ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ട മെത്തഡാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കൺസിഡർ എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് and let a be any real number in the domain of f. Then derivative of f at a is denoted by f dash of a. Derivative of the function f at a is denoted by f dash of a and is defined as limit h tends to 0 f of a plus h minus f of a divided by h. Limit h tends to 0 f of a plus h minus f of a by h. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആകുന്ന സമയത്താണ്. അപ്പോൾ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. അത് മാത്രമല്ല ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരിക്കണം. Derivative of a function f of x is denoted by f dash of x or d by dx of f of x, or if f of x is equal to y then we denote it by dy by dx. Okay, ഈ മൂന്ന് രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. f dash of x or d by dx of f of x or dy by dx, and is defined as f dash of x is defined as limit h tends to 0 f of x plus h minus f of x divided by h. Now this definition, method of finding derivative of a function by using this definition is known as derivative by first principle. Derivative by first principle. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഫസ്റ്റ് മെത്തേഡ് ഈസ് ഡെറിവേറ്റീവ് ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കുറച്ച് ഫോർമുലാസ് ഡിറൈവ് ചെയ്ത് വെക്കും. ആ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ചില ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ആ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതാണ് സെക്കൻഡ് മെത്തേഡ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. പിന്നീട് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലങ്ങളിൽ ആ ഫോർമുലാസ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്. ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഡിനോട്ടഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് or d by dx of f of x, or if y is equal to f of x then dy by dx, and is defined as f dash of x is equal to limit h tends to 0 f of x plus h minus f of x by h. ഇപ്പോൾ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിനാണ് ഡെറിവേറ്റീവ് ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f of x equal to x by ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഇവിടെ f of x is equal to x, and we know that f dash of x by definition it is equal to limit h tends to 0 f of x plus h minus f of x divided by h. f of x is x, f of x plus h, x ഉള്ള സ്ഥലത്ത് x plus h എഴുതുമ്പോൾ ഇപ്പുറത്തെ സൈഡും RHSലും x ഉള്ള സ്ഥലത്ത് x plus h എഴുതണം. റീപ്ലേസ് x by x plus h. So this is equal to limit h tends to 0 f of x plus h is x plus h minus f of x is x divided by h. That is equal to limit h tends to 0, x minus x is 0, so we get h by h. That is equal to limit h tends to 0, h by h is 1. Limit h tends to 0, 1 is equal to 1. എച്ച് ഏത് വാല്യൂലേക്ക് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഇരിക്കുന്ന ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന്റെ ലിമിറ്റ് 1 തന്നെയാണ്. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, 1 is equal to 1. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് is equal to 1. Derivative of x is equal to 1. Now second one, find derivative of x square by using first principle. Here f of x is equal to x square.
f of x plus h. നമ്മൾ ആദ്യം f of x plus h കണ്ടുപിടിക്കണം. Replace x by x plus h whole square. So f dash of x is equal to limit h tends to 0 f of x plus h minus f of x divided by h. That is equal to limit h tends to 0 x plus h whole square minus x square, f of x is x square, divided by h. Now this is equal to limit h tends to 0. Now this is of the form a plus b whole square, which is a square plus 2ab plus b square, that is x square plus 2xh plus h square, then minus x square divided by h. ഇവിടെ ഇരിക്കുന്ന plus x square minus x square cancel ചെയ്തു പോകും. So this is equal to limit h tends to 0 2xh plus h square divided by h. ഇനി നമുക്ക് ന്യൂമറേറ്ററിന് h കോമൺ ആയിട്ട് പുറത്തേക്ക് വെക്കാം. ഓക്കെ, ഇവിടെ h ഉണ്ട്, ഇവിടെ h സ്ക്വയർ ഉണ്ട്. സോ വി ക്യാൻ ടേക്ക് h ഔട്ട്സൈഡ് 2x പ്ലസ് h. h സ്ക്വയറിന് ഒരു h പുറത്ത് പോകുമ്പോൾ ഇവിടെ h. സോ 2x പ്ലസ് h ഡിവൈഡഡ് ബൈ h. ഇനി നമ്മൾ ഈ h ക്യാൻസൽ ചെയ്യണം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 2x പ്ലസ് h. h ക്യാൻസൽ ചെയ്ത ശേഷമാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് h ഉള്ള സ്ഥലത്ത് 0 കൊടുക്കണം. 2x പ്ലസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 2x. So we have derivative of x square equal to 2x. Derivative of x square is equal to 2x. Now find the derivative of f of x equal to a, where a is a constant. For a constant in a differentiate ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത് നോക്കാം. We have to find the derivative of a. Here f of x is equal to a, constant function. f of x plus h is also a. ഇപ്പോൾ ഇവിടെ എക്സിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷൻ്റെ വാല്യൂ എ തന്നെയായിരിക്കും. എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് എടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷൻ്റെ വാല്യൂ എ തന്നെയാണ്. ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നില്ല. സോ ഡെറിവേറ്റീവ് ഓഫ് എ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. That is equal to limit h tends to 0 f of x plus h is a, f of x is a minus a divided by h. That is equal to limit h tends to 0, a minus a is 0, 0 divided by h, 0 divided by h is equal to 0. Limit of a constant, limit of h tends to 0, 0 is equal to 0. So derivative of a constant, derivative of any constant is equal to 0. Derivative of 5 is equal to 0. d by dx of 5 is equal to 0. Derivative of minus 27 equal to 0. Derivative of constant is equal to 0. Derivative of e is equal to 0, where e is a constant. E is equal to 2.718281828 etc. E is irrational number. Now find the derivative of x raised to n by using first principle. Here f of x is equal to x raised to n. f of x plus h is equal to x plus h whole raised to n. Now f dash of x is equal to limit h tends to 0 f of x plus h minus f of x divided by h. That is equal to limit h tends to 0 f of x plus h is x plus h whole raised to n. f of x is x raised to n divided by h. Now this is of the form a plus b whole raised to n. x plus h whole raised to n is of the form a plus b whole raised to n. By using binomial theorem, a plus b whole raised to n is nc0 a raised to n plus nc1 a raised to n minus 1b plus etc. plus ncn b raised to n, ncn b raised to n. Now nc0 is 1, so a raised to n. nc1 is n into a raised to n minus 1b plus etc. Last term ncn is 1, so we have b raised to n. Now using binomial theorem, this is equal to limit h tends to 0. First term is x raised to n. Second term is n into x raised to n minus 1 into h. Then nc to x raised to n minus 2 into h square plus etc. plus last term h raised to n, h raised to n. x plus h whole raised to n ന്റെ എക്സ്പാൻഷൻ ആണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം മൈനസ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞ ടേം ഉണ്ട്. മൈനസ് എക്സ് റേസ് ടു എൻ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഈ ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇരിക്കുന്ന ടേംസിലെല്ലാം എച്ച് ഉണ്ട്. ഇവിടെ എച്ച് ഉണ്ട്, ഇവിടെ എച്ച് സ്ക്വയർ ഉണ്ട്, ലാസ്റ്റ് ടേമിൽ എച്ച് റേസ് ടു എൻ ഉണ്ട്. സോ വി ക്യാൻ ടേക്ക് എച്ച് ഔട്ട് സൈഡ്.
limit h tends to 0, take h outside, h into the remaining term n x raised to n minus 1. ഇവിടെ നിന്ന് ഒരു h കോമൺ ആയിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ nc2 x raised to n minus 2 h വരും. h സ്ക്വയർ ഉണ്ട്, ഒരു h പുറത്ത് എഴുതി, ഇവിടെ ഒരു h ആണ് ഉണ്ടാവുക. ലാസ്റ്റ് ടേം h raised to n, അവിടെ നിന്ന് ഒരു h ബ്രാക്കറ്റിന് പുറത്തേക്ക് പോകുമ്പോൾ h raised to n minus 1 ഡിവൈഡഡ് ബൈ h. ഇപ്പോൾ നമുക്ക് ഈ h ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന h ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന h തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. സോ ലിമിറ്റ് h ടെൻസ് ടു 0, n x raised to n minus 1 plus nc2 x raised to n minus 2 into h plus etc plus h raised to n minus 1. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. h ഉള്ള സ്ഥലത്ത് 0 കൊടുക്കണം. ഈ ടേം ഇവിടെ 0 വരുമ്പോൾ സെക്കൻഡ് ടേം 0 ആയിട്ട് പോകും. ബാക്കി എല്ലാ ടേംസിലും h ഉണ്ട്, ലാസ്റ്റ് ടേമിലും h ഉണ്ട്. എല്ലാ ടേമിലും ഇങ്ങോട്ട് വരുന്ന എല്ലാ ടേംസിലും h ഉണ്ട്. ആ ടേംസ് എല്ലാം 0 ആയിട്ട് പോകും. n x raised to n minus 1 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. n into x raised to n minus 1. So we have derivative of x raised to n is equal to n into x raised to n minus 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോർമുല. Derivative of x raised to n is equal to n into x raised to n minus 1. So we have derivative of dy dx of x raised to n is equal to n into x raised to n minus 1. Derivative of x square. ഈ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. Derivative of x square n ഉള്ള സ്ഥലത്ത് 2 ആണ്. ഇവിടെ n into x raised to n minus 1 വരണം. 2 into x raised to 2 minus 1. That is x raised to 1. That is 2x. x square n 2 ആണ്. 2 into x raised to 2 minus 1. 2 minus 1 1 ആണ്. So x raised to 1 വരും, 2x വരും. Derivative of x cube. n ഇവിടെ 3 ആണ്. 3 into x raised to 3 minus 1. That is 2. So derivative of x cube is 3x square. Derivative of x raised to 4. 4 into x cube. What is derivative of x raised to 10? n is 10. So 10 into x raised to 9. d by dx of x raised to 100 is 100 into x raised to 99. x in the power 1 വെച്ച് കുറയും. Derivative of x is equal to d by dx of x is equal to 1. d by dx of a constant c is equal to 0. c is equal to c into x raised to 0 ആയിട്ട് നമുക്ക് കാണാം. c into x raised to 0. Derivative of x raised to 0 0 വരും, കാരണം n 0 ആയതുകൊണ്ട്. So derivative of any constant equal to 0. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് derivative of 1 by x. To find derivative of 1 by x, first write 1 by x as x raised to minus 1. 1 by x എന്ന് വെച്ചാൽ x raised to minus 1 ആണ്. അപ്പോൾ ഇവിടെ n minus 1 ആണ്. Minus 1 into x raised to minus 1 minus 1 minus 1 into x raised to minus 2. That is equal to minus 1 x raised to minus 1. X raised to minus 2 is 1 by x square. So divided by x square. Minus 1 into x raised to minus 2. We can write it as minus 1 divided by x square. Derivative of 1 by x square. Derivative of 1 by x square is d by dx of x raised to minus 2. That is minus 2 into x raised to minus 2 minus 1, which is minus 3, which is equal to minus 2 divided by x raised to minus 3 is 1 by x cube. So x cube denominator വരും. Minus 2 divided by x cube. ഇതുപോലെയാണ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഫോർമുല നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്തത് സെക്കൻഡ് മെത്തഡാണിത്. നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ടും ചെയ്തു. അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ്, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചെയ്തു. തൊട്ട് മുന്നേ ഇതിപ്പോൾ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ടും ചെയ്തതാണ്. ഇപ്പോൾ രണ്ട് രീതിയിൽ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ബൈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച്. എക്സ് ഉള്ള സ്ഥലത്ത് എക്സ് പ്ലസ് എച്ച് കൊടുക്കുമ്പോൾ ഈ എക്സ് ഉള്ള സ്ഥലത്തും എക്സ് പ്ലസ് എച്ച് എഴുതണം. സോ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച്. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. That is equal to limit h tends to 0 f of x plus h is root of x plus h. f of x is root x divided by h. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിന്റെ കോഞ്ചുഗേറ്റ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് ആണ്. കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും.
ഡിവൈഡ് ചെയ്യും വേണം. സെയിം ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്തു. നൗ ന്യൂമറേറ്റർ ഇസ് ഓഫ് ദ ഫോം a minus b into a plus b. a minus b into a plus b which is equal to a square minus b square. That is equal to limit h tends to 0 root of x plus h whole square, a square minus b square, root x whole square divided by h into denominator h ഉണ്ട്, പിന്നെ root of x plus h plus root x ഉണ്ട്. That is equal to limit h tends to 0 root of x plus h whole square is x plus h minus root x whole square is x divided by h into root of x plus h plus root x. ഇവിടെ ന്യൂമറേറ്ററിൽ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഡിവൈഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. ഇവിടെ നമുക്ക് എച്ച് ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എച്ച് ഉള്ള സ്ഥലത്ത് 0 കൊടുക്കണം. സോ 1 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ്. സെയിം ടേം ആണ് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് ഇസ് 2 റൂട്ട് എക്സ്. സോ 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ്. സോ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഇസ് 1 ബൈ 2 റൂട്ട് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഇസ് 1 ബൈ 2 റൂട്ട് എക്സ്. Now find derivative of 1 by x by first principle. Here f of x is equal to 1 by x. f of x plus h is equal to 1 by x plus h. x ഉള്ള സ്ഥലത്ത് x plus h കൊടുക്കണം. Now f dash of x is equal to limit h tends to 0 f of x plus h minus f of x divided by h. That is equal to limit h tends to 0 1 by h ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. f of x plus h is 1 by x plus h. f of x is 1 by x. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 by h സൈഡിൽ വെച്ചു. ലിമിറ്റ് h tends to 0 1 by h. ഇവിടെ ഡിനോമിനേറ്റർ x plus h into x എടുക്കണം. ഈ രണ്ട് ഡിനോമിനേറ്ററിൻ്റെ പ്രോഡക്റ്റ് എടുക്കണം. Now cross multiplying 1 into x is x minus 1 into x plus h. അവിടെ ബ്രാക്കറ്റ് ഇടാൻ വിട്ടു പോകരുത്, കാരണം മൈനസ് ഉള്ളത് കൊണ്ട് ബ്രാക്കറ്റ് ഇടണം. Now this is equal to limit h tends to 0 1 by h x minus x minus h. ഈ മൈനസിനെ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് എടുത്തതാണ്. x plus h into x. ഇപ്പോൾ ഇവിടെ മൈനസ് എക്സ്, ഇവിടെ എക്സ് മൈനസ് എക്സ് അത് ക്യാൻസൽ ചെയ്ത് പോകും. ലിമിറ്റ് h tends to 0 മൈനസ് h ഡിവൈഡഡ് ബൈ h into x plus h into x എന്ന് കിട്ടും. നമുക്ക് ഈ h ക്യാൻസൽ ചെയ്യാം. ലിമിറ്റ് h tends to 0 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ്. ഇനി വേണം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എച്ച് ഉള്ള സ്ഥലത്ത് 0 എഴുതി കഴിഞ്ഞാൽ മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 0 ദാറ്റ് ഇസ് എക്സ്. എക്സ് പ്ലസ് 0 ഇസ് എക്സ്. എക്സ് ഇൻറ്റു എക്സ് വരും. ദാറ്റ് ഇസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. സോ വി ഹാവ് ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ടും കണ്ടുപിടിക്കാം, ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടും കണ്ടുപിടിക്കാം. തൊട്ട് മുന്നേ നമ്മൾ എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് റേസ് ടു എൻ ഇസ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു മൈനസ് 1 മൈനസ് 1 എക്സ് റേസ് ടു മൈനസ് 2 മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ എക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് മെത്തഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷേ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ എക്സ് ബൈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യണം, ഇതുപോലെ തന്നെ ചെയ്യണം. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ പ്രോബ്ലം വരുന്നത് ഫൈൻഡ് ഡെറിവേറ്റീവ് ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെ ചെയ്യണം. Now find derivative of sin x by first principle. Here f of x is equal to sin x. f of x plus h equal to sin x plus h. f dash of x is equal to limit h tends to 0 f of x plus h minus f of x divided by h. That is equal to limit h tends to 0 f of x plus h is sin x plus h minus sin x divided by h. Now this is of the form sin a minus sin b. Sin a minus sin b. നമ്മൾ തേർഡ് ചാപ്റ്ററിൽ ട്രിഗ്നോമെട്രി ചാപ്റ്ററിൽ sin a minus sin b, sin a plus sin b, cos a minus cos b, cos a plus cos b ഈ 4 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. sin a minus sin b is 2 cos
a plus b by 2 sin a minus b by 2. ഇതാണ് ഫോർമുല. ഇവിടെ ഇരിക്കുന്നത് a is equal to x plus h, b is equal to x. ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യണം. അവിടെ a ഉള്ള സ്ഥലത്ത് x plus h ഉം b ഉള്ള സ്ഥലത്ത് x ഉം ആണ് ഉപയോഗിക്കേണ്ടത്. സോ ലിമിറ്റ് h tends to 0, sin x plus h minus sin x is 2 cos x plus h plus x divided by 2, a plus b by 2. Then sin a minus b by 2, x plus h minus x by 2 whole divided by h. Now this is equal to limit h tends to 0, 2 into cos x plus x is 2x, 2x plus h by 2 sin x cancel ചെയ്ത് പോകും, h by 2 എന്ന് വരും. ഇനി ഡിനോമിനേറ്റർ ഇരിക്കുന്ന എച്ചിനെ ഇതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കണം. അങ്ങനെ എടുക്കാൻ കാരണം നമുക്ക് ഈ ലിമിറ്റിൻ്റെ റിസൾട്ട് അറിയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1. ഈ ലിമിറ്റിൻ്റെ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എച്ചിനെ സൈൻ എച്ച് ബൈ ടുവിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ന്യൂമറിക്കൽ എച്ച് ബൈ 2 ഉണ്ട്, ഡിനോമിനേറ്ററിലും എച്ച് ബൈ 2 വേണം. അതുകൊണ്ട് നമ്മളിവിടെ 2/2 ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന 2ഉം ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന 2 ക്യാൻസൽ ചെയ്ത് പോകും. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 cos 2x plus h by 2 sin h by 2 divided by h by 2, sin h by 2 divided by h by 2. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ടേമിന് h ഉള്ള സ്ഥലത്ത് 0 കൊടുക്കണം, രണ്ടാമത്തെ ലിമിറ്റ് 1 ആവും. ഈ റിസൾട്ട് വെച്ചിട്ടാണ് രണ്ടാമത്തെ ഈ ബ്രാക്കറ്റിൻ്റെ ലിമിറ്റ് 1 ആവും. സോ ദിസ് ഇസ് ഈക്വൽ ടു cos ഓഫ് 2x plus 0 divided by 2 into 1. That is equal to cos of 2x by 2 is x, cos x. So we have derivative of sin x. Derivative of sin x is equal to cos x. Formula നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. Derivative of sin x is cos x. Find derivative of cos x by first principle. Here f of x is equal to cos x. F of x plus h is equal to cos x plus h. Now by first principle f dash of x is equal to limit h tends to 0 f of x plus h minus f of x divided by h. That is equal to limit h tends to 0 cos x plus h minus cos x divided by h. ഇപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല cos a minus cos b. Cos a minus cos b is equal to minus 2 sin a plus b by 2 sin a minus b by 2. ഇപ്പോൾ കോസ് വരുമ്പോൾ രണ്ടും സൈൻ ആണ് വരുന്നത്. കോസ് എ മൈനസ് കോസ് ബിയിൽ രണ്ട് സൈൻ ടേംസ് ആണ് വരുന്നത്. minus 2 sin a plus b by 2 sin a minus b by 2. So this is equal to limit h tends to 0 minus 2 sin x plus h plus x by 2 sin x plus h minus x by 2 whole divided by h. Now that is equal to limit h tends to 0, limit h tends to 0 minus 2 sin x plus x is 2x, 2x plus h by 2. ഇവിടെ x ക്യാൻസൽ ചെയ്ത് പോകും, സൈൻ എച്ച് ബൈ 2 എന്ന് വരും. അതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് ഈ എച്ച് എടുക്കണം. ഈ എച്ചിനെ സൈൻ എച്ച് ബൈ 2ൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കണം. ഇപ്പോൾ ഇവിടെ സൈൻ എച്ച് ബൈ 2 ആണുള്ളത്, അതുകൊണ്ട് ഇവിടെ ബൈ 2 ഇൻറ്റു 2 ചെയ്യണം. ഇപ്പോൾ ഈ ന്യൂമറിക്കൽ ഇരിക്കുന്ന 2ഉം ഡിനോമിനേറ്റർ ഇരിക്കുന്ന 2 ക്യാൻസൽ ചെയ്ത് പോകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് ഓഫ് സൈൻ 2x plus h by 2 sin h by 2 divided by h by 2. പിന്നെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ വാല്യൂ 1 ആയിട്ട് വരും. ഇവിടെ സൈൻ 2x plus h by 2 ഈ എച്ചിന് 0 എന്ന് കൊടുക്കണം. സോ മൈനസ് സൈൻ 2x plus 0 ദാറ്റ് ഇസ് 2x by 2. രണ്ടാമത്തെ ലിമിറ്റ് 1 ആണ്. സോ ആൻസർ ഇസ് മൈനസ് സൈൻ എക്സ്. സോ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് cos x is equal to minus sin x. Derivative of cos x is minus sin x. Now next one, find derivative of tan x by using first principle. Here f of x is equal to tan x. Tan x. F of x plus h is equal to tan x plus h. Tan x plus h. Now by first principle f dash of x is equal to limit h tends to 0 f of x plus h minus f of x divided by h.
that is equal to limit h tends to 0 tan x plus h minus tan x divided by h. We know that tan x is equal to sin by cos. So this is equal to limit h tends to 0 sin x plus h divided by cos x plus h minus sin x divided by cos x in a by h illadu. In a by h illadine ivide 1 by h aayittu separate aayittu ezhudi. Okay, all divided by h undu adana ivide 1 by h. Now this is equal to limit h tends to 0 1 by h denominator cos x plus h into cos x edukanam. Then cross multiplying sin x plus h into cos x minus cos x plus h into sin x. ഇനി ന്യൂമറേറ്റർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും sin x plus h cos x minus cos x plus h minus cos x plus h sin x. നമ്മൾ ട്രിഗ്നോമെട്രിയിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് sin x cos y minus cos x sin y. This is equal to sin x minus y. അതുപോലെയാണ് ന്യൂമറേറ്ററിൽ ഇരിക്കുന്നത്. എക്സ് ഉള്ള സ്ഥലത്ത് എക്സ് പ്ലസ് എച്ച് ആണ് ഇവിടെ ഇരിക്കുന്നത്. വൈ ഉള്ള സ്ഥലത്ത് ഇവിടെ ഇരിക്കുന്നത് എക്സ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 by h. ഇപ്പം ന്യൂമറേറ്ററിന് പകരം നമുക്ക് സൈൻ എക്സ് മൈനസ് വൈ ആയിട്ട് എഴുതാം. എക്സ് ഉള്ള സ്ഥലത്ത് എക്സ് പ്ലസ് എച്ചും വൈ ഉള്ള സ്ഥലത്ത് എക്സും കൊടുക്കണം. സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ cos of x plus h into cos x. That is equal to limit h tends to 0 1 by h into x cancel ചെയ്ത് പോകും sin h എന്ന് വരും. ഓക്കെ, ഈ x cancel ചെയ്ത് പോയിട്ട് sin h എന്ന് വരും divided by cos x plus h into cos x. So this is equal to limit h tends to 0 sin h divided by h into 1 divided by cos x plus h into cos x. ഇതുപോലെ ടേംസ് അറേഞ്ച് ചെയ്യുക. ഈ ബ്രാക്കറ്റിൻ്റെ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് ഈ ബ്രാക്കറ്റിൻ്റെ വാല്യൂ 1 വരും. രണ്ടാമത്തെ ടേമിൽ h ഉള്ള സ്ഥലത്ത് 0 കൊടുക്കണം. സോ 1 into 1 ഡിവൈഡഡ് ബൈ cos x into cos x. Cos x 1 by cos x is sec x. So sec x into sec x which is equal to sec x whole square or sec square x. So derivative of tan x is equal to sec square x. Derivative of tan x is sec square x. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻസ് ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ ഇസ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഇസ് 1/2 റൂട്ട് എക്സ്. Derivative of sin x is cos x. Derivative of cos x is minus sin x. Derivative of tan x is sec square x. Extra രണ്ട് ഇക്വേഷൻസ് കൂടി പഠിച്ചു വെച്ചേക്കണം. Derivative of e raised to x is e raised to x. Derivative of log x is 1/x. ഈ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി വരാൻ പോകുന്നത്. പ്രോബ്ലങ്ങളിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയ 4 തിയറംസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ തിയറംസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. First one, derivative of f of x plus g of x is derivative of f of x plus derivative of g of x. d by dx of f of x plus g of x is d by dx of f of x plus d by dx of g of x. അതായത് രണ്ട് ഫങ്ഷൻസ് ഉണ്ട് എക്സ് ആൻഡ് സൈൻ എക്സ്. ആ രണ്ട് ഫങ്ഷൻസിൻ്റെ സമ്മിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. d by dx of x plus sin x. This is equal to d by dx of x plus d by dx of sin x. Derivative of x is 1, derivative of sin x is cos x. ഇതുപോലെ ചെയ്യാം. ഓക്കെ, derivative of f plus g is equal to derivative of f plus derivative of g. Similarly, d by dx of f of x minus g of x is derivative of f of x minus derivative of g of x. ഇതിനെ ഇങ്ങനെ ഓർത്താലും മതി. f plus g dash is equal to f dash plus g dash. f minus g dash is equal to f dash minus g dash. ഇനി മൂന്നാമത്തെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അറിയപ്പെടുന്നത് പ്രൊഡക്റ്റ് റൂളാണ്. പ്രൊഡക്റ്റ് റൂൾ രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇത് പെട്ടെന്ന് ഓർക്കാൻ നമ്മൾ ഇതുപോലെ ഓർക്കുന്നത് നല്ലതാണ്. എഫ് ജി ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ജി ഡാഷ്
plus g into f dash. അല്ലെങ്കിൽ ഇങ്ങനെയും ഓർക്കാം. First function into derivative of second function plus second function into derivative of first function. Okay, f g dash is f into g dash plus g into f dash. Fourth one, quotient rule. Derivative of f of x by g of x is equal to g of x into derivative of f of x minus f of x into derivative of g of x whole divided by g of x whole square. ഇതിനെയും നമുക്ക് ഇതുപോലെ ഓർത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് വരും. f by g dash is g into f dash minus f into g dash divided by g square. ജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, g ഡാഷിൽ എൻഡ് ചെയ്യുന്നുണ്ട്, ഡിനോമിനേറ്ററിൽ g സ്ക്വയർ ആണ്. g f dash മൈനസ് എഫ് ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റൂളാണ്. പൊതുവെ എക്സാമിന് കോഷൻ റൂൾ അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫോളോവിങ് ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ, എക്സ് സ്ക്വയർ പ്ലസ് സൈൻ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ is 2x. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് is cos x. So derivative of x square plus sin x is 2x plus cos x. Now second one, derivative of x cube minus cos x. We have derivative of x raised to n. D by dx of x raised to n is n into x raised to n minus 1. So derivative of x cube is 3 into x square. Okay, power 3 ഇങ്ങോട്ട് വരും, x ന്റെ പവർ ഒന്ന് കുറയും, 3 into x square minus derivative of cos x is minus sin x. Derivative of cos x is minus sin x. So answer is 3x square minus into minus is plus sin x. 3x square plus sin x. Now third one, d by dx of 1 plus tan x. Derivative of 1 is a constant. Derivative of 1 is 0. Derivative of tan x is sec square x. So answer is sec square x. Then d by dx of x into sin x. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എഫ് ജി ഡാഷ്, കാരണം ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്, രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആണ്. സോ വി ഹാവ് ടു അപ്ലൈ പ്രൊഡക്റ്റ് റൂൾ. എഫ് ജി ഡാഷ് എഫ് ഇൻറ്റു ജി ഡാഷ് പ്ലസ് ജി ഇൻറ്റു എഫ് ഡാഷ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ plus second function into derivative of first function. Now this is equal to x into derivative of sin x is cos x plus sin x into derivative of x is 1. So sin x into 1 which is sin x. So answer is x cos x plus sin x. Now next is d by dx of x divided by sin x. അപ്പോൾ ഇതിരിക്കുന്നത് എഫ് ബൈ ജി, ഈ ഫോർമുല ആണ്. അപ്പോൾ നമ്മൾ കോഷൻ റൂൾ അപ്ലൈ ചെയ്യണം. എഫ് ബൈ ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി എഫ് ഡാഷ് മൈനസ് എഫ് ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ. ഇവിടെ ജി സൈൻ എക്സ് ആണ്. സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു എഫ് ഇൻറ്റു ജി ഡാഷ്. സോ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഹോൾ സ്ക്വയർ. ആദ്യം ജി എഴുതണം. ജി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് minus f into derivative of g divided by g square. That is sin x into derivative of x is 1. Sin x into 1 minus x into derivative of sin x is cos x. X into cos x divided by sin x whole square. Quotient rule സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. Quotient rule വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ നന്നായിട്ട് പഠിക്കണം. sin x into 1 is sin x minus x into cos x, that is x cos x divided by sin x whole square. Sin x whole square എന്ന് എഴുതാം, അല്ലെങ്കിൽ sin square x എന്ന് എഴുതാം. Now next one, d by dx of sin x plus cos x. This is equal to d by dx of sin x plus d by dx of cos x. First theorem, f of x plus g of x. d by dx of sin x is cos x. d by dx of cos x is minus sin x. So answer is cos x minus sin x. Now seventh one, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. d by dx of cot x. ഈ ഫോർമുല നമ്മളിപ്പോൾ പഠിക്കും. ഇതൊരു ഫോർമുലയാണ്. d by dx of cot x is d by dx of cot is cos x divided by sin x. Cot x is cos by sin. അപ്പോൾ f by g dash ഈ ഫോർമുല അപ്ലൈ ചെയ്യണം. g f dash minus f g dash divided by g square. g ഇവിടെ sin x ആണ്. sin x into derivative of cos x
minus cos x into derivative of sin x divided by denominator square ആണ് sin x ന്റെ square ആണ്. That is equal to sin x into derivative of cos x is minus sin x minus cos x into derivative of sin x is cos x divided by sin x whole square. അപ്പോൾ ഇവിടെ sin x into minus sin x, that is minus sin square x. Cos x into cos x is cos square x. So minus cos square x divided by sin x whole square. Now this is equal to minus, take minus sign outside, minus of sin square x plus cos square x divided by sin x whole square. That's equal to sin square x plus cos square x is 1. So minus 1 divided by sin x whole square. So 1 by sin x is cosec x. Cosec x into cosec x varum, that is minus cosec square x. So important formula is d by dx of cot x. Derivative of cot x is equal to minus cosec square x. Derivative of cot x is minus cosec square x. Now next one, derivative of sec x. d by dx of sec x. ഇതും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോർമുല ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ sec is 1 by cos x. ഇവിടെയും കോഷൻ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. എഫ് ബൈ ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി എഫ് ഡാഷ് മൈനസ് എഫ് ജി ഡാഷ് ഡിവൈഡ് ബൈ ജി സ്ക്വയർ. സോ കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് divided by denominator square cos of x whole square. That is equal to cos x into derivative of 1 is 0 minus 1 into derivative of cos x is minus sin x divided by cos x whole square. The first term would 0 0 varum. So this is equal to sin x divided by cos x whole square. Now that is equal to sin x divided by cos x into 1 by cos x. Cos x whole square ne 2 ആയിട്ട് എഴുതി. Sin by cos is tan x, 1 by cos x is sec x, or this is equal to sec x into tan x. Sec x ne ആദ്യം എഴുതുന്നേ ഉള്ളൂ. tan x into sec x എന്ന് വെച്ചാൽ sec x into tan x തന്നെയാണ്. So sec x into tan x. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോർമുലയാണ്. Derivative of sec x equal to sec x into tan x. Derivative of sec x is sec x into tan x. ഇനി നമ്മൾ cosec x-ന്റെ ഡെറിവേറ്റീവും കൂടി കണ്ടുപിടിക്കാനുണ്ട്. 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ 5 എണ്ണത്തിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് cosec x ആണ്. cosec x is 1 by sin x. 1 by sin x. ഇപ്പോൾ ഇവിടെ കോഷൻ റൂൾ അപ്ലൈ ചെയ്യണം. എഫ് ബൈ ജി ഡാഷ്. എഫ് ബൈ ജി ഡാഷ് ഇസ് ജി എഫ് ഡാഷ് മൈനസ് എഫ് ജി ഡാഷ് ഡിവൈഡ് ബൈ ജി സ്ക്വയർ. So this is equal to sin x into derivative of 1 minus 1 into derivative of sin x divided by sin x whole square. Now this is equal to sin x into derivative of 1 is 0 minus 1 into derivative of sin x is cos x divided by sin x whole square. First term 0 varum, minus cos x divided by sin x whole square. That is equal to minus cos x divided by sin x into 1 by sin x. ഇവിടെ 2 sin x ഉണ്ട്, അത് ഇതുപോലെ എഴുതി. Now cos by sin is cot x. 1 by sin is cosec x. So this is equal to minus cosec x into cot x. So derivative of cosec x is minus cosec x into cot x. Okay. Find derivative of x divided by 1 plus tan x. ഇപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കോഷൻ റൂളാണ്. എഫ് ബൈ ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി എഫ് ഡാഷ് മൈനസ് എഫ് ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ്. ഹിയർ എഫ് ഓഫ് എക്സ് ഇസ് എക്സ്, ജി ഓഫ് എക്സ് ഇസ് 1 പ്ലസ് ടാൻ എക്സ്. ജി ഇൻറ്റു എഫ് ഡാഷ്, ദാറ്റ് ഇസ് 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് minus f, that is x into derivative of denominator 1 plus tan x divided by 1 plus tan x whole square. 1 plus tan x whole square. Now that is equal to 1 plus tan x, derivative of x is 1 into 1
minus x into derivative of 1 is 0, derivative of tan x is sec square x divided by 1 plus tan x whole square. 1 plus tan x whole square. Now this is equal to 1 plus tan x minus x into sec square x. X into sec square x divided by 1 plus tan x whole square. Now next one, find derivative of x square plus a tan x d by dx of x square plus a into tan x where a is a constant. Now this is equal to derivative of x square d by dx of x square plus, now we have d by dx of a constant into f of x is equal to d by dx of a constant into f of x is equal to constant into d by dx of f of x. Constant in a derivative in the കാരണം derivative is with respect to x. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ്റെ മാത്രം ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി, കോൺസ്റ്റന്റ് പുറത്തേക്ക് വെക്കാം. അതുകൊണ്ട് ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് എ ഇൻറ്റു ടാൻ എക്സ്, എനെ ഡെറിവേറ്റീവിൻ്റെ പുറത്ത് വെച്ചിട്ട് ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് കണ്ടുപിടിച്ചാൽ മതി. എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് 2x plus a into derivative of tan x is sec square x. So answer is 2x plus a into sec square x. Now next one, find the derivative of 2x plus 3 divided by x minus 2. d by dx of 2x plus 3 divided by x minus 2. അപ്പോൾ നമ്മൾ കോഷൻ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. f by g dash is equal to g f dash minus f g dash divided by g square. അപ്പോൾ ഇവിടെ f of x is 2x plus 3, g of x is x minus 2. x minus 2 into derivative of 2x plus 3 minus 2x plus 3 into derivative of x minus 2 divided by x minus 2 whole square. X minus 2 whole square. That is equal to x minus 2 into derivative of 2x is 2 into derivative of x. That is 2 into 1. Derivative of x is 1. Plus derivative of 3, 0. Derivative of constant is 0. Derivative of 3 is equal to 0. Minus 2x plus 3. Derivative of x is 1. Derivative of minus 2. Derivative of 2 is 0. So 1 minus 0 divided by x minus 2 whole square. Now this is equal to x minus 2. 2 into 1 is 2. 2 plus 0 is 2. X minus 2 into 2 minus 2x plus 3 into 1 divided by x minus 2 whole square. Now multiplying these two terms by 2, 2x minus 4. Then take this minus sign inside the bracket. Minus 2x minus 3 divided by x minus 2 whole square. Now 2x minus 2x is 0. Minus 4 minus 3 is minus 7. Minus 7 divided by x minus 2 whole square. ഇന്ന് പഠിച്ച ഫോർമുലാസ് എല്ലാം നന്നായിട്ട് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് 13.2ൻ്റെ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് പഠിച്ച ഫോർമുലാസ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് വരണം. ഓക്കെ, താങ്ക് യു.